ഹായ് ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ കോഴിക്കോട് പോകാനുണ്ട്, അത് പോവുകയാണ്. അപ്പം പോകുന്നത് കാറിലല്ല കേട്ടോ, ഉള്ളേരി തെറ്റോളം കാറിൽ, അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോവുകയാണ്. അപ്പം പൊതുവെ പോകുന്ന പോക്ക് തന്നെ ബസ്സിലാണ്. അപ്പോൾ അവിടെ വരെ കാറിൽ പോകാൻ വേണ്ടി, കാരണം തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് സ്കൂൾ പിള്ളേരുണ്ടാകുന്ന ഒരു സമയത്താണ് ഞാൻ എത്തിപ്പെടുക. അപ്പം ഭയങ്കര തിരക്കായിരിക്കും. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും. ഒരു സെക്കൻഡ് ഗൈസ്. മഴ, വെള്ളവും എല്ലാം കൂടിയാണ്. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂം? ഇന്നലെ മേടിച്ചതാണ്, ഓണത്തിനേക്ക് എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ പിന്നെ ഇന്ന് എനിക്കൊരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ കരുതി ഇതിട്ടേക്കാം, ഓണത്തിനേക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്ന് മേടിക്കാമല്ലോ. പോരാത്തതിന് ഞാൻ മേടിച്ച് വെച്ച എത്ര ഒന്നുണ്ട് വീട്ടിൽ, അതിലേതെങ്കിലും ഒന്ന് എടുത്തിടാമല്ലോ എന്ന്. ഇൻ്റർവ്യൂസിനൊക്കെ നല്ല ലൈറ്റ് കളറ്, ഡാർക്ക് കളറൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുകൊണ്ടാണ് ഈ ഒരു കളറ് ഞാൻ ഇട്ടത്. അപ്പം അങ്ങനെയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇപ്പം എഴുന്നേറ്റൊന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ടേ ഉള്ളൂ. ഫുഡൊക്കെ കോഴിക്കോട് എത്തിയിട്ട് കഴിക്കണം. അരുൺ ഇന്ന് പ്രൈവറ്റ് ബസ്സിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, അരുണ് പ്രൈവറ്റ് ബസ്സിലുള്ള സമയത്ത് മാത്രമേ ഞാൻ കയറുള്ളൂ, KSRTC എന്താ ഞാൻ കയറിയിട്ട് വീഡിയോ ചെയ്യാത്ത എന്ന് എന്തായാലും ചോദ്യം വരും. അത് മറ്റൊന്നുമല്ല, KSRTC കിട്ടുക എറണാകുളത്തേക്കാണ്. അതും പുലർച്ചെ ഇവിടുന്ന് തൊട്ടിൽപ്പാലം ടിപ്പോന്ന് എടുക്കുന്നതാണ്. പുലർച്ചയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നിടത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് കോഴിക്കോട് പോയി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാനൊന്നും ആവില്ല. ഇന്നലെ തന്നെ 5:30-6 മണിക്ക് അങ്ങനെ നേരം വെളുത്തപ്പോൾ വന്നത്. അപ്പാടെ കുറച്ച് സമയം ഒന്ന് കിടന്നിറങ്ങി ഇന്ന് പ്രൈവറ്റ് ബസ്സിൽ പോവുക. എന്തിനാ വെച്ചാൽ ഭയങ്കര ആത്മാർത്ഥത ഉള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ, അന്നത്തെ ചിലവ് അവൻ്റെ കഴിഞ്ഞു പോകണ്ടേ. KSRTC മന്ത്ലി അല്ലേ സാലറി കിട്ടുക, അതും ലേറ്റായിട്ടൊക്കെയാണ് കിട്ടുക. അപ്പോൾ ദിവസം 1,500 രൂപ ഇവന് ചിലവുണ്ടാവുമല്ലോ. പെട്രോൾ അടിക്കണം, അതേപോലെ ഫുഡ് കഴിക്കണം. അപ്പം ഇതിനൊക്കെ പൈസ എപ്പോഴും എന്നെയും അച്ഛനെയും അമ്മേനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു ദിവസം അമ്മനോടാണ്, ഒരു ദിവസം അച്ഛനോട്, ഒരു ദിവസം എന്നോട്, ഇങ്ങനെ മേടിച്ചിട്ടാണ് പോകാറ്. പിന്നെ ലീവുള്ള ദിവസം ഇതേപോലെ ബസ്സിൽ പോയിട്ട് അവൻ പൈസ, ഇന്ന് കണ്ടക്ടറാണെന്ന് തോന്നുന്നു, പൈസ മേടിച്ചിട്ട് ഇതാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം പൊതുവേ അവൻ്റെ പരിപാടി. ഏതായാലും എനിക്ക് കുറച്ച് പെയിൻറ്റ് മാറ്റാനുണ്ട്, അത് അവൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ കൊടുത്തയച്ചു. ഞാൻ ബസ്സിലാണോ അല്ലെങ്കിൽ ഞാൻ പോകുമോ, ഞാൻ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് മാത്രം പോകുക കേട്ടോ. ബസ്സിലാണോ അല്ലയോ എന്നൊന്നും ഉള്ള പിടുത്തുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അപ്പം അങ്ങനെയാണ് കോഴിക്കോട് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഫേസിൻ്റെ അകത്തേക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളെ നോക്കിയാൽ എന്നെ നോക്കാൻ നിങ്ങളാരെങ്കിലും വരേണ്ടി വരും. ഏതായാലും ചുരിദാർ അടിപൊളി ബേബി പിങ്ക് അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൽ എത്രയോ കളർ കോമ്പിനേഷൻ ഷോപ്പികയിലുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇന്നലെ എൻ്റെ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനിൽ ഇങ്ങനെ കാണാം. ഇതിന് 850 രൂപയാണ്. ഓൺലൈനിൽ ഇങ്ങനെ കാണാം 850, 650, 750 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾ. ദിവസങ്ങളോളം വെയിറ്റ് ചെയ്താലാണ് നമുക്കത് കിട്ടുക. ഷോപ്പികയിൽ ഇതിൻ്റെ എല്ലാ കളർ കോമ്പിനേഷനും ഉണ്ട്. ഞാൻ ഇതിൻ്റെ വേറെ 2 കളർ കോമ്പിനേഷൻ കൂടി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഏതായാലും എന്നാലും പിന്നെ മെല്ലെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ കർത്താവ് ഇതുവരെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇതുവരെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ
പോയി വരുമ്പോൾ അല്ല ബസ്സിൽ നിന്ന് ബാക്കി ഡീറ്റെയിൽ പറയാം കേട്ടോ. ഓക്കെ, ടാറ്റാ. അങ്ങനെ ദേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനൊന്നും കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ സൈഡിൽ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ബേക്കോട്ടൊക്കെ കാണുമോ എന്ന് എനിക്കറിയില്ല. അപ്പം അതേപോലെ ഞാനും നിർത്തിയിട്ടതാണ്. ഫൈൻ കിട്ടിയാ കിട്ടി, ഇല്ലേ ഇല്ല. ഷാൾ ഉണ്ട് കേട്ടോ. ഷാൾ ഒരു ബ്ലാക്ക് ഷാൾ എടുത്തിട്ടുണ്ട്. വണ്ടി അടിക്കുമ്പോൾ പിന്നെ ഷാൾ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതാക്കിയത്. അപ്പം ഭയങ്കര ടയേർഡാ, വയ്യ, തലവേദന എല്ലാം കൂടി ആയിട്ട്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുന്ന മന്ത്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ആയിട്ട് നിൽക്കുവാണ്. അപ്പം അങ്ങനെയാണ്. നല്ലൊരു കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ്. എൻ്റെ നേരെ ബേക്കിലും കൊണ്ടുവച്ച വണ്ടി നടത്തുന്നുണ്ട്. എനിക്ക് ആദ്യമൊന്നും വണ്ടി എങ്ങനെ ഒതുക്കണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഒരു ദിവസം പിന്നെ MMCയിൽ എന്തിനോ ഒന്നിന് നിൽക്കുക. അപ്പം ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കുത്തിരിക്കുക. ഒരു ലേഡി വന്ന് കുറച്ച് മുമ്പോട്ടാക്കി കൂളായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, പടച്ചോനെ ഇതൊക്കെ എങ്ങനെയായിരിക്കും, എനിക്കൊക്കെ എന്നായിരിക്കും പറ്റുക എന്നുള്ളത്. ഞാനിപ്പോൾ വെച്ചത് നമ്മുടെ റോഡിനൊരു വരയുണ്ടല്ലോ, ആ വരൻ്റെ കുറേ ഇങ്ങോട്ടാണ്. കർത്താവേ, ഇതേ പണി പാടും. ഇതുണ്ടോ നമ്മുടെ ലൈൻ സീബ്ര ലൈൻ കുറച്ചുകൂടി മുമ്പോട്ടാക്കി വെക്കട്ടെ. സീബ്ര ലൈന് മാഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കണക്കിലുണ്ടാവില്ല. സീബ്ര ലൈനിൻ്റെ മുകളിൽ നിർത്തിയിട്ടിട്ട് പോയി എന്നറിയാമെന്ന് നമ്മളൊന്ന് തുറന്ന് പുറത്തൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കും. എൻ്റെ പൊന്നു കണ്ണാടിയേ, സെക്കൻഡ് ഗൈസ്. കണ്ണാടിക്ക് വളയാനൊരു മടി. എന്തോ നെല്ലിക്ക് ഭയങ്കര മയക്കാറുണ്ട്. ഏതായാലും ഇനി വരട്ടെ, വന്നിട്ട് ബസ്സിന് കയറാം. നല്ല തിരക്കാണെന്ന് കേട്ടിട്ടുണ്ട്, കയറി നോക്കട്ടെ.
ഡ്രൈവർ സീറ്റിൽ എടുത്ത് നമ്മളങ്ങ് പോയാലോ? ഞാൻ ഓടിച്ചാലോ കുറ്റിയടിക്ക്? ഇവിടെ ഇരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുക വേറെ എവിടെയും ഇല്ല എന്നാണ് ഡ്രൈവേഴ്സ് പറയുന്നത്, കൂട്ടത്തിൽ ഞാനും. ഇതുപോലെ സന്തോഷം തരുന്നൊരു ജോലി വേറെ ലോകത്തൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, കൂടെ കുറേ ഡ്രൈവർമാരുടെ അഭിപ്രായം. ഇതെല്ലാവരുടെയും ഒരു വികാരമാണ് ഗൈസ്. ഞാനാ നോക്കണ്ട, ഞാനാ എന്റെ വീഡിയോ എനിക്ക് കാണിച്ചു തരിക. പാവം KSRTC കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഉറങ്ങാൻ നേരമില്ലാണ്ട് മാമ ഒരു ഹായ് പറ. ഹായ് പറ. How are you ചോദിക്ക്. How are you? ആമാ യൂട്യൂബിൽ വരുന്നു. ആമാ നമ്മൾ അങ്ങ് പറലേ. യൂട്യൂബിൽ മേലു ഞാനോ. അവിടെ ഉണ്ട്. ഞങ്ങൾ എന്താണ്? അങ്ങനെ പെയിൻ്റൊക്കെ കിട്ടി. എന്നെ ഇറക്കി ഞാൻ മര്യാദക്ക് ഇറങ്ങിയിട്ട് കിട്ടുന്ന സമയത്തിൽ ഓടിയാ മതി. ട്രിപ്പ് എടുക്കാനുള്ളതാ, അതെനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കണം. ഇനിയാണല്ലോ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ട് ഈ KSRTC ബസ് അത് നോക്കണ്ട. ഞാൻ ഇറങ്ങി വണ്ടി കയറിയതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ വല്ല ചിക്കൻ വാങ്ങി കൊടുക്കാൻ പറയും ചേട്ടാ. സത്തുപോയി. നിങ്ങളാടെ രണ്ടല്ലേ? ഓൻ്റെ 25-30 അങ്ങനെ ഇന്റർവ്യൂവിന് പോവാൻ നോക്കുകയാണ്. അരുണ് ബൈക്കുമായിട്ട് വരും. ഹെൽമെറ്റ് ഇട്ടിട്ടില്ല ഗൈസ്. പഞ്ചാബ് ബാങ്ക് പറഞ്ഞു. വയസ്സിലുള്ള ഊട് പോയി കൂടിയൊക്കെ എന്നെ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകാൻ തമ്പുരാനറിയാം. ഒന്നായിട്ട് വെള്ളം ഇവിടെ ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ. കണ്ണാപ്പുണ്ട് ഇവിടെ. എന്താക്കും
അന്വേഷിച്ച് ചോദിച്ചു മക്കൾക്ക് സുഖം ആ നല്ല കൊടുത്താണ് അതൊന്നും കാരണം ചെയ്യാം അവിടെ ചെയ്യാം ആരില്ല എപ്പോൾ കണ്ടത് കാണിക്കണം അല്ലാണ്ട് ഓടിച്ചിട്ടാണ് കാണിച്ചത് സാധനം ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഇറക്കിയതിന് ശേഷമേ ടാട്ടന് വണ്ടി എടുക്കാറുള്ളൂ, എന്നൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ടാട്ടൻ വണ്ടി പോകാറുള്ളൂ എന്നൊക്കെ പറയാൻ കാരണം കണ്ടില്ലേ, എൻ്റെ സാധനം ഈ അടുത്ത് തന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറില്ല അവനെക്കുറിച്ച്. ഞാൻ ബസ് കയറി എത്ര തിരക്കിട്ടാണെങ്കിലും ബസ് കയറി എവിടെയെങ്കിലും പിടിച്ചതിന് ശേഷം ബസ് എടുക്കാറുള്ളൂ, അതേപോലെ ഇറങ്ങുന്നതോ. അപ്പോൾ എൻ്റെ പെയിൻറ്റും സാധനവും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് രണ്ട് കൈയിലും സാധനം ഉണ്ടല്ലോ. പോലീസ് മാമനെ കണ്ടതാ. അപ്പോൾ രണ്ട് കയ്യിൽ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും ഇറങ്ങാനാവില്ലല്ലോ. അതുകൊണ്ട് വണ്ടി ഇറങ്ങുള്ളൂ. പോയോ അപ്പോഴേക്കും സ്റ്റാൻഡിൽ നിന്ന് ഞാൻ എടുത്ത് വരുമ്പോഴേക്കും
അങ്ങനെ തന്നതാണ്. പിന്നെന്തേലും പറയാൻ വന്നേ, അങ്ങോട്ട് പോകുമ്പോൾ നിറച്ചു ആളായി ബസ്സിൽ. അങ്ങനെ ഓൻ പറഞ്ഞ് വേഗം ഇങ്ങനെ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഇവിടെ സൂരജ് ഉണ്ട്, ഓൻ എണീറ്റ് തരും നിനക്കെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കയറാൻ സ്ഥലമല്ല, അങ്ങോട്ട് ഇങ്ങനെ കയറി ഉള്ളോട്ട് പോകുമല്ലോ. അപ്പം ഞാൻ ഒരു കൊച്ചിനോട് പറഞ്ഞു ഒന്ന് മുമ്പോട്ട് കിട്ടേന്ന് തന്നെ. ഒരു കൊച്ച് എന്താന്ന് പറഞ്ഞേ, രണ്ടാമത്തെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഉള്ളോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയിട്ട് കാര്യമല്ല, അവിടെ സീറ്റൊന്നുമില്ല, സീറ്റിലൊക്കെ ആളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മോളെ ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് കാര്യമില്ല എന്നല്ലേ നിങ്ങളോട് പറഞ്ഞ്, അവിടെയൊക്കെ നിറച്ചു ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കണ്ടോ ആ പെണ്ണിനോട് തള്ളി ഞാൻ അങ്ങോട്ടങ്ങ് കയറി. അപ്പോൾ സൂരജിൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ആരാ എഴുന്നേറ്റിരുന്നതെന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു ഡ്രൈവറോട് എണീക്കാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ MMC എത്തിയപ്പോൾ സൂരജ് ഇറങ്ങി. അത് ഓന് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ബസ് കയറി കുത്തിരുന്നതാണെന്ന് പറഞ്ഞു. ആ പെണ്ണ് ചമ്മിപ്പോയി. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ ബസ് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഇതല്ലേ. അങ്ങനെ ആ കൊച്ചിന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി. ആ കൊച്ചിൻ്റെ പറയുന്നത് ഇവന് സ്പീഡിലായും പോയത്. അയ്യോ അമ്മേ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊയിലാണ്ടി കൂടി പോവാം അമ്മേ എന്നൊക്കെ കണ്ട് പറയുന്നു പേടിച്ചിട്ട്. അതിന് ഞാനാരാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ ബാഗ് വാങ്ങിയോ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താന്ന് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഗൈസ് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് പെട്ടെന്ന് പോയെന്ന്.